നിങ്ങളെടിയേനു ആടെ യോഗം കയറ്റി സഖാവ് അന്വേഷിക്കുന്നുണ്ട്. എന്നാ പിന്നെ അങ്ങനെ ചെയ്തു. ശരി, ആയിക്കോട്ടെ സഖാവേ. എന്നാ പോയാലോ? വണ്ടി എടുക്ക്. വണ്ടി ചെറിയൊരു പണിയെന്ന് പഞ്ചറായി. ഇനിയിപ്പോ സ്റ്റെപ്പിന് ഇടണം. 7 മണിക്ക് പാർട്ടി മീറ്റിംഗ് ഉള്ളതാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? 6 മണിക്കൊരു ബസ് ഉണ്ടല്ലോ, അതിന് പോയപ്പോലെ. എന്നാ ബസ്സിന് പോയാലോ? നീ ശരിയാക്കിട്ട് വാ. ശരി. സർ സർ ബസ്സിൽ പോണോ? പ്രൊട്ടക്ഷനൊരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടി പോയാൽ പോരെ? എന്നാ ശരിയാക്കിട്ട് പോ. ദാസ ഇരിക്കി. ഞങ്ങള് വന്നിട്ട് കുറച്ച് നേരായി. എന്തു പറ്റി? എന്താ അവസാന നിമിഷം പ്ലാൻ മാറ്റിയത്? സർ, ഞാനൊരു സാധാരണ പോലീസുകാരനാണ്. എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. ഞാനൊന്നും പുറത്ത് പറയില്ല. എന്നെ ഇനി വിളിക്കരുത്. ഞാൻ വരില്ല. ഇത് പറയാനാ ദാസൻ കാണുമെന്ന് പറഞ്ഞത്? എന്നാ വളരെ ചെറിയൊരു കഥ പറയട്ടെ ദാസേ. ദാസനത് ഇഷ്ടപ്പെടും. നീ പന്യന്നൂർ മൂന്നിന്റെ വണ്ടി തടയും അല്ലടാ. ഈ കണ്ണൂരിൽ നീയൊന്നും അതിന് വളർന്നിട്ടില്ല. പത്ത് 15 വർഷം ഞങ്ങളോടൊപ്പം പരിവാർ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാ വിനോദ്. ഓനെ കൊന്നത് പിന്നെ വേറൊരു കാര്യത്തിനാ. നല്ല രസമുള്ളൊരു കാര്യം. മറ്റൊരുത്തന്റെ ഭാര്യയുമായി അവിഹിതം. ഈടുത്ത കൊലപാതകങ്ങളെല്ലാം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ മാത്രമല്ല, വ്യക്തിവൈരാഗ്യവും ഔഹിത ബന്ധങ്ങളും സാമ്പത്തിക താല്പര്യങ്ങളൊക്കെ അതിൽപ്പെടും. അതിനുള്ള മറയാണ് അക്രമ രാഷ്ട്രീയം. അണികളിൽ വിഡ്ഢികളുള്ളിടത്തോളം ഇവിടെ മാത്രം കളിക്കുന്ന കളിയാണ് കണ്ണൂർ പൊളിറ്റിക്സ്. ഈ നാട് ഇനിയും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും ബലിദാനികളെയും രക്തസാക്ഷികളെയും. നിനക്കതിലൊന്നും ചവിട്ടാണ്ട് രക്ഷപ്പെടണ്ടേ? വിനോദ് മരിച്ച അതേ ദിവസം ഡിസംബർ 6 അതേ തെയ്യം. നാട്ടിലുള്ളതുകൊണ്ട് മുകുന്ദൻ പോവും. തെയ്യായോണ്ട് ഫിറോസ് ഉണ്ടാവില്ല. മുകുന്ദൻ്റെ ഒപ്പരം നീയായിരിക്കും. ഒറ്റ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം. തെയ്യം പൊലിച്ചവരുണ്ടാവും. രാത്രി ഒരു 12 മണിയാകുമ്പോൾ എന്ത് കളത്തരം പറഞ്ഞിട്ടായാലും ആളൊഴിഞ്ഞ പാട്ടെങ്ങനാൽ റോഡിൽ നീ ഓനെ എത്തിക്കണം. ഓൻ കൊണ്ടുവരും അല്ലേ? ഇതോന്റെ ഒടുക്കത്തെ അവസരമാണല്ലോ. ഇനി പോലീസല്ല മുകുന്ദം വിചാരിച്ചാലും കാര്യമില്ല. നീ രക്ഷപ്പെടില്ല. കൂട്ടത്തിലൊരുത്തനെ തീർത്തിട്ട് അത് മുകുന്ദനെ പോലുള്ളൊരു നേതാവിന്റെ തലയിൽ കെട്ടിവെച്ച ഞങ്ങൾക്ക് അയ്യപ്പദാസ് ഒരു ഇരയല്ല. കൂടെ നിൽക്കില്ല എന്നാണെങ്കിൽ ഇപ്പം നിനക്ക് ഇവിടുന്ന് പറഞ്ഞിട്ട് പോവാം. പക്ഷേ തലശ്ശേരി ബസ് സ്റ്റാൻഡിന്റെ അപ്പുറം നീ കാണില്ല.